എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ടാരോട്ട് എക്സ്ട്രീ 777 മലയാളം ടാരോട്ട് കാർഡ് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് പലരും പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് നിങ്ങളുടെ ഒരു ബന്ധം, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന സമയത്തുള്ള ആ ഒരു ഫീൽ ഇപ്പോൾ തോന്നുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു എനർജി ബന്ധത്തിനിടയിൽ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ അതിന് വളരെയധികം വിഷമത്തിലാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള പഴയ സ്നേഹം അതുപോലെ ഇപ്പോഴും ഉണ്ടോ? അതോ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹമൊക്കെ ഇപ്പോൾ നിങ്ങളോടില്ലേ, അത് നഷ്ടപ്പെട്ടു പോയോ എന്നൊക്കെയാണ് നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ചിലപ്പോൾ കുറച്ചൊരു ലെസ് കോണ്ടാക്റ്റിലോ നോ കോണ്ടാക്റ്റിലോ ഒക്കെ പോകുന്ന ഒരു ബന്ധങ്ങളുമായിരിക്കാം കേട്ടോ. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ചോദിച്ച ചോദ്യങ്ങളാണ്. അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങൾ അതുപോലെ തന്നെ ഉണ്ടോ, അതോ അവർക്ക് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന്. അപ്പോൾ അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ഇത് ടൈംലെസ്സുമാണ്. നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യവും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യരുത്. പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോവാം. താങ്ക് യു. കാർഡ് താഴെ പോയല്ലോ. നമുക്ക് നോക്കാം ഇന്നത്തെ എനർജി എന്താണ് ഇന്നത്തെ റീഡിങ് നമ്മളോട് പറയുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് നമുക്കിവിടെ കാണാൻ കഴിയുമെന്ന് പറയുന്നത്, നിങ്ങൾ തമ്മിൽ ഒരു കുറച്ച് നാളായിട്ട് ഒരു ലെസ് കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റിലോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഒരു കുറവ് സംഭവിച്ചിട്ടുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത്. വളരെ കുറഞ്ഞു പോയിട്ടുള്ള ഒരു എനർജി, അല്ലെങ്കിൽ തീർത്തും ഒരു നോ കോണ്ടാക്റ്റിലേക്കൊക്കെ പോയിട്ടുള്ള ഒരു എനർജിയുള്ള ഒരു ബന്ധത്തെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിടയിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ആ വ്യക്തിയായിട്ട് തന്നെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾക്ക് അവരുടെ അടുത്തേക്ക് ചെല്ലാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ഒരു ബൗണ്ടറി ഒരു പക്ഷേ അവരായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫീല് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടാവാം. അത് തന്നെ ആയിരിക്കാം സത്യം എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു കേട്ടോ. ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്, ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് ഒരുപാട് അകലേക്ക് പോയിരിക്കുന്നു, അല്ലെ നിങ്ങളിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു എന്നുള്ള ഒരു ഫീലാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. അത് തന്നെ നിങ്ങളെ തീർച്ചയായിട്ടും വളരെയധികം വേദനിപ്പിക്കുന്ന, മാനസിക സങ്കടത്തിൽ ആക്കുന്ന ഒരവസ്ഥ, നിങ്ങൾ അത് ഓർത്ത് വളരെയധികം ദുഃഖിക്കുന്ന ഒരവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നതായിട്ട് കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഏതൊരു സിറ്റുവേഷനിലായിരിക്കുന്ന വ്യക്തികളായിരുന്നാലും, അതായത് നിങ്ങൾ നിങ്ങളുടെ കർമ്മ മേഖലയിൽ ഏത് രീതിയിലെ വീട്ടമ്മ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ആയിക്കോട്ടെ, വൈഫ് ആയിക്കോട്ടെ, അല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, ഒരു സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു തൊഴിൽ മേഖല ഏതായിക്കോട്ടെ, എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ ആ ഒരു ഓർമ്മ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൂടുതലായിട്ട് ഉണ്ടാവുന്നു എന്നുള്ള ഒരു കാര്യമാണ്. എന്തൊക്കെ തിരക്കിൽ നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞാലും ഈ ഒരു വ്യക്തിയുടെ ഒരു ഓർമ്മകൾ നിങ്ങളെ വല്ലാണ്ട് വേദനിപ്പിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ചിലപ്പോൾ നിങ്ങളിത് കൂടുതലും ഒരു ഹസ്ബൻഡ് വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധം അത്രത്തോളം ഡീപ്പായിട്ട് പോയിട്ടുള്ള ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലൊക്കെ
ആണെന്ന രീതിയിൽ കണക്കാക്കിയിട്ടുള്ള ഒരു ബന്ധമായിരിക്കാം. അത്രത്തോളം ഡീപ്പർ ലെവലിൽ പോയിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കാം. കാരണം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്നത് തന്നെ വളരെ ആവേശത്തോടു കൂടിയായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ എന്തു പ്രതിസന്ധിയിലും ഈ ഒരു വ്യക്തി വളരെയധികം നിങ്ങൾക്ക് ആശ്വാസമായി നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലുള്ള അതേ പ്രതികരണം ഉണ്ടായി ഈ വ്യക്തിയിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതാണ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഈ ബന്ധത്തിൽ തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നത്, നിങ്ങളുടെ ഈ ബന്ധത്തെ എതിർക്കുന്ന ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടിയോ അല്ലെ തേർഡ് പാർട്ടികളോ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെ എതിർക്കുന്നതായിട്ടാണ് അല്ലെ എതിർത്തിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഇതിനകത്ത് തീർച്ചയായിട്ടും ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള അത്രത്തോളം ഡീപ്പായിട്ടുള്ള ഒരു ബന്ധമായിരിക്കാം. കാരണം ഇതിനകത്ത് ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഒക്കെ ആണെങ്കിൽ അവരുടെ ഒരു ഫാമിലി അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ബന്ധുക്കൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ സഹോദരങ്ങൾ തന്നെയോ മാതാപിതാക്കൾ തന്നെയോ ഒക്കെ ആയിരിക്കാം അതിന് കാരണമെന്ന് പറയുന്നത്. പക്ഷെ അവർക്ക് നിങ്ങളോടുള്ളത് തീർച്ചയായിട്ടും ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം തന്നെയായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അല്ലെ നിങ്ങളോട് അവർക്ക് ഉണ്ടായിരുന്നത് അങ്ങനെയുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തന്നെയാണ് കാണുന്നത് കേട്ടോ. അത് നിങ്ങൾക്കും തീർച്ചയായിട്ടും ആ ഒരു കാര്യം ഫീൽ ചെയ്തിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ഈ ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടും ഈ വ്യക്തി ഒത്തിരി എഫേർട്ട് എടുത്തിട്ടുള്ള ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു തേർഡ് പാർട്ടിയൊക്കെ അവരുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ പോലും അവരെ പോലും വിഷമിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പോലും ഒരു പക്ഷേ ഈ വ്യക്തി നിങ്ങളുടെ ഈ ഒരു ബന്ധം നിലനിർത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു ബന്ധം എന്തുകൊണ്ട് പിന്നിങ്ങനെ അകന്നു പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു മിസ്റ്റേക്ക് ആയിട്ടല്ല നമുക്ക് ഇവിടെ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് രണ്ടുപേരുടെയും കയ്യിൽ നിന്ന് അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടില്ല ഈ ബന്ധം ഇപ്പോൾ അകന്നു നിൽക്കാനെന്നാണ് കാണുന്നത്. ഒരു പക്ഷേ ഇതിനകത്ത് തീർച്ചയായിട്ടും മറ്റാരുടെയെങ്കിലും ഒക്കെ ഒരു ഇടപെടൽ കൊണ്ടോ അല്ല എന്നുണ്ടെങ്കിൽ സാഹചര്യവശാലോ ഈ വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് അകന്നു പോകേണ്ടി വന്നിട്ടുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത്. അതല്ലെങ്കിൽ അതായത് അവർ നിങ്ങളെ കരുതിക്കൂട്ടിയൊന്നും ചീറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് കാണുന്നില്ല. അതായത് ഇത് സംഭവിച്ച എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം സംഭവിച്ച ഒരു അകൽച്ചയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു അകൽച്ച എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ മാത്രമല്ല അവരെയും തീർച്ചയായിട്ടും വളരെയധികം ദുഃഖിപ്പിക്കുന്നുണ്ട്. മാനസികമായിട്ട് അവരെയും ഒരു ഡിപ്രഷനിലേക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങളുടെ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ചിലപ്പോ ഒരുപാട് നാളൊന്നും ആയിട്ടുണ്ടാവില്ല, കൂടിയ ഒത്തിരി സമയമൊന്നും ആയിട്ടുണ്ടാവില്ല ഈ ഒരു സെപ്പറേഷന്. ചില കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു 1 ഇയറിനൊക്കെ മേളെ ആയിട്ടുള്ള. കൂടുതൽ ആൾക്കാർക്ക് ഇതൊരു കുറഞ്ഞ സമയത്തെ ഒരു ആയിട്ടുണ്ടാവുള്ളൂ ഒരു സെപ്പറേഷൻ അല്ലെ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾക്കിടയിൽ വന്നിട്ടുള്ളത്. അല്ല ഇനിയിപ്പോൾ ഒരു ലെസ് കോണ്ടാക്ട് ഒക്കെ ആണെങ്കിൽ പോലും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ പഴയ ഒരു ഫയർ നിങ്ങൾക്കിടയിലില്ല. ആ ഒരു തീപ്പൊരി അണഞ്ഞു പോയിട്ട് ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു പരിചിതരെ പോലെ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള 2 പരിചയമുള്ള ആൾക്കാരെ പോലെ പരസ്പരം അങ്ങോട്ട് ഹായ് ഹലോ അല്ലെ അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് നിങ്ങൾക്കിടയിലുള്ളത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ എത്ര ഇനി ഒരു അകൽച്ച വന്നു എന്ന് പറഞ്ഞാലും അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം അത് മറ്റാർക്കും അവർ കൊടുത്തിട്ടില്ല. അതിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് നിങ്ങൾക്കും എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോയി അല്ലെ നിങ്ങളുടെ കിടയിൽ ആ ബന്ധത്തിനിടയിൽ ആ ഒരു അകൽച്ച ഉണ്ടായതിനു ശേഷവും നിങ്ങളുടെ ലൈഫിലേക്ക് പല എന്താ പറയാ ഓഫേഴ്സ് വന്നിട്ടുണ്ടാവാം. പക്ഷേ അവരെ ഒരു രീതിയിൽ നിങ്ങൾക്കും റീപ്ലേസ് ചെയ്യാൻ നിങ്ങളുടെ മനസ്സിൽ അവർക്കുള്ള ഒരു സ്ഥാനത്തെ മറ്റൊരാൾക്ക് കൊടുക്കാനായിട്ട് നിങ്ങൾക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങളെ ഈ വ്യക്തി ഒരു കാരണവശാലും മനഃപൂർവ്വം ഒഴിവാക്കി എന്ന് നിങ്ങൾ കരുതേണ്ട കാര്യമില്ല. അവരുടെ ഒരു സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് അവർ അകന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കും അറിയാം ഒരു പക്ഷേ ആ വ്യക്തിയുടെ സാഹചര്യം കൊണ്ടാണ് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നിപ്പോൾ നിൽക്കുന്ന ഒരു പക്ഷേ നിങ്ങൾക്കും അറിയുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ പലരും ഇതിനകത്ത് അവരെ കുറ്റപ്പെടുത്തുന്നില്ല. എല്ലാവരുടെയും കാര്യമല്ല ഞാനീ പറയുന്നത്. കുറച്ചു പേർക്കൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള നിങ്ങളൊക്കെ ആ ഒരു തോന്നലും അവരെ ഒരു കുറ്റപ്പെടുത്താനുള്ള ഒരു മനോഭാവം ഒക്കെ ഉണ്ടാവും. പക്ഷെ ചിലർക്കൊക്കെ എങ്കിലും അവരുടെ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാവുന്നതുള്ളത് കൊണ്ട് തന്നെ അവരെ കുറ്റപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അവർ വളരെയധികം ഇപ്പോൾ വേദനിക്കുന്നുണ്ട്.
അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കിടയിൽ ഇങ്ങനൊരു ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടി വന്നതുകൊണ്ട്, അല്ലെ നിങ്ങൾക്കിടയിൽ ഇങ്ങനൊരു അതിർവരമ്പ് വെക്കേണ്ടി വന്നതുകൊണ്ട് അവർ തീർച്ചയായിട്ടും ഇപ്പോൾ വളരെയധികം വിഷമിക്കുന്ന ഒരു എനർജിയിലാണുള്ളത്. പക്ഷേ ഇപ്പോഴും നിങ്ങൾക്കിടയിലുണ്ടായ, നിങ്ങളെ തമ്മിൽ അകറ്റാൻ ഇടയായ ആ ഒരു സാഹചര്യം ഇപ്പോഴും നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിനിടയിൽ തുടരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആ ഒരു ബന്ധം, ഈ ഒരു വിഷയം, നിങ്ങളെ തമ്മിൽ അകറ്റിയ ആ ഒരു വിഷയം ഇതുവരെ നിങ്ങൾക്കിടയിൽ നിന്ന് മാറിപ്പോകാനായിട്ട് കഴിഞ്ഞിട്ടില്ല, അല്ലെ ആ ഒരു സാഹചര്യം ഇതുവരെ മാറിപ്പോയിട്ടില്ല. ആ സാഹചര്യം ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ വ്യക്തിക്ക് നിങ്ങളിപ്പോൾ വിചാരിക്കുക അതേ ഒരു പഴയ ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹം നിങ്ങളോട് ഇപ്പോഴും ഉണ്ടോ എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ, തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പണ്ടുണ്ടായിരുന്നതിനേക്കാൾ ഇപ്പോൾ നിങ്ങളോട് അവർക്ക് അവരുടെ മനസ്സിലൊരു സ്നേഹം കൂടിയിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത്. അതുമാത്രമല്ല, നിങ്ങളോട് അവർക്കൊരു വളരെ പൊസസീവ്നെസ്സും ഫീൽ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവര് നിങ്ങളെ തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ നിന്ന് നിങ്ങളെ നഷ്ടപ്പെട്ടു പോകാനായിട്ട് അവരൊരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നുള്ള ഒരു എനർജി. അവരാഗ്രഹിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ബന്ധത്തിനിടയ്ക്ക് ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെന്ന് പറയുന്നത്, നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് വളരെയധികം ലൈഫിൽ ഒരു ആവേശമൊക്കെ തോന്നുന്ന ഒരു വ്യക്തിയായിരിക്കും. അവരുടെ ലൈഫിനെ അത്രത്തോളം പ്രചോദിതമാക്കിയിട്ടുള്ള ഒരു വ്യക്തിയുമായിരിക്കാം. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളിലേക്ക് വരണം, അല്ലെങ്കിൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്തൊക്കെ തടസ്സങ്ങൾ ഇനിയും നിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ പോലും അവർ തീർച്ചയായിട്ടും അതിനെയൊക്കെ മറികടന്ന് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ച് ഇപ്പൊ അവർക്ക് ഒരു ഫ്രീഡം ഇല്ലാത്തൊരവസ്ഥ, ഒരു ബന്ധിച്ചു വെച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ആരൊക്കെയോ ചേർന്ന് അവരെ ആ ഒരു ഫ്രീഡം അവർക്ക് അനുവദിക്കുന്നില്ല, അല്ലെ അവർക്ക് സ്വതന്ത്രമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് അവരെ തടസ്സപ്പെടുത്തുന്നു എന്നുള്ള ഒരു എനർജി. അങ്ങനെയുള്ള ഒരു സാഹചര്യമോ വ്യക്തികളോ അവരുടെ ലൈഫിൽ ഉണ്ടാവാം. അതേപോലെ തന്നെ ഈ വ്യക്തിക്ക് പല രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവാം. അതേപോലെ തന്നെ ഇവർക്ക് ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടിയോ അല്ല എന്നുണ്ടെങ്കിൽ സമൂഹത്തിനെയോ അല്ലെങ്കിൽ ഫാമിലിയോ അങ്ങനെ ആരെയെങ്കിലും ഒക്കെ ഈ വ്യക്തിക്ക് ഒന്ന് പേടിച്ചു നിൽക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടാവാം. തീർച്ചയായിട്ടും ഇവർ ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ ഈ ഒരു തടസ്സം മുന്നിൽ നിന്ന് ഇതുവരെ മാറിയിട്ടില്ല. ആ ഒരു തടസ്സം ഇപ്പോഴും മുന്നിൽ അതുപോലെ തന്നെ തുടരുന്നു. ആ ഒരു കാര്യമാണ്, ആ ഒരു തടസ്സമാണ് നിങ്ങളെ തമ്മിൽ പരസ്പരം അകറ്റുന്ന ഒരു കാര്യമായിട്ട് നിലനിൽക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു ഇരുട്ടൊക്കെ മാറി ഒരു വെളിച്ചം, സൂര്യപ്രകാശം വരുന്നതായിട്ടാണ് കാണുന്നത്. സൂര്യൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു, അല്ലെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് സൂര്യപ്രകാശം കൊണ്ട് എന്താ പറയുന്നേ, പ്രകാശപൂരിതമാകാൻ പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ലൈഫിലെ ഒരു പ്രകാശമായിട്ടാണ് അവർ നിങ്ങളെയും കാണുന്നത്. അതായത് അല്ലെങ്കിൽ അവർക്കൊരു വഴികാട്ടി എന്നുള്ള രീതിയിൽ. കാരണം എല്ലാ രീതിയിലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം സപ്പോർട്ടീവായിട്ട് നിന്നിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങളോട് എന്തും അവർക്ക് തുറന്നു പറയാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരിച്ച് അതുപോലെ പറയാം. അത്രത്തോളം ഡീപ്പർ ലെവലിലുള്ള ഒരു ബന്ധമാണ്. അപ്പോ ഈ ഒരു ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാത്രമേ ഉള്ളൂ. ആ സ്ഥാനം അവർക്ക് മറ്റാർക്കും കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അവർ പണ്ടത്തതിനേക്കാൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു വാല്യൂ പൂർണ്ണമായിട്ട് അവർ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരിക്കലും കൈവിട്ട് കളയാൻ അവർ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ അവരുടെ കൈവിട്ട് പോകാനായിട്ട് അവരാഗ്രഹിക്കുന്നില്ല. അവരിപ്പോഴും ആഗ്രഹിക്കുന്ന ഇപ്പൊ ഈ കലങ്ങി മറിഞ്ഞിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ ലൈഫ് വീണ്ടും ഒരു ശാന്തമായിട്ടുള്ള തെളിഞ്ഞ ഒരു തെളിനീര് പോലെ വീണ്ടും ഒഴുകും എന്നുള്ളത് തന്നെയാണ് അവർ മനസ്സിലാക്കുന്നത്, അല്ലെ അവർ ചിന്തിക്കുന്നത്, അവർ കരുതുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഒരു പക്ഷേ നോ കോണ്ടാക്റ്റിലാവാം, അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലാവാം. പക്ഷെ എത്ര നിങ്ങൾ മനസ്സുകൊണ്ടല്ല ശരീരം കൊണ്ട് അകന്നു നിൽക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്കും അവർക്കും ഇടയിൽ ഒരു ഫീല് അതായത് ഒരു ടെലിപ്പതിക് കണക്ഷൻ ഉള്ളതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലെ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. അവരുടെ സിറ്റുവേഷൻസും ഏതൊരു നിങ്ങൾ മനസ്സിലാക്കുന്നു, കുറച്ചെങ്കിലും ആൾക്കാർ കേട്ടോ. കാരണം നിങ്ങൾക്കിടയിൽ ഒരു ടെലിപ്പതിക് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു എന്ന് തന്നെ വേണം നമുക്കിവിടെ മനസ്സിലാക്കാൻ. കാരണം അത്രത്തോളം മനോഹരമായിട്ടുള്ള ഒരു ബന്ധം, അങ്ങനെയുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ ബന്ധത്തിലുള്ളത്. പക്ഷെ സാഹചര്യം നിങ്ങൾക്കിടയിൽ, നിങ്ങളുടെ ബന്ധത്തിനിടയിൽ വില്ലനായി നിൽക്കുന്നു എന്നുള്ള ഒരു സത്യമായ കാര്യവും ഉണ്ട്. അപ്പം ഈ ഒരു വേർപിരിയൽ,
എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് യൂണിവേഴ്സിൻ്റെതായിട്ടുള്ള ഒരു തീരുമാനമാവാം. നിങ്ങൾക്കിടയിൽ ഈ ഒരു വേർപിരിയൽ, അതിൻ്റെ ഒരു വേദന നിങ്ങൾ അനുഭവിക്കണം എന്നുള്ളത് യൂണിവേഴ്സിൻ്റെതായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കാം. പക്ഷെ നിങ്ങളൊരു കാര്യം ഉറച്ചു വിശ്വസിച്ചുകൊള്ളുക, ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം സംഭവിച്ച ഒരു പ്രകാശം നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരും. നിങ്ങളുടെ വ്യക്തിയും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. അപ്പൊ നിങ്ങളും അങ്ങനെ തന്നെ കരുതിക്കൊള്ളുക. നിങ്ങളുടെ ഈ ബന്ധത്തിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു അന്ധകാരം വന്നിട്ടുണ്ടെങ്കിൽ ആ അന്ധകാരത്തെ ഇല്ലാണ്ടാക്കിക്കൊണ്ട് പ്രകാശം വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരും എന്നുള്ളത് തന്നെ. കാരണം നിങ്ങൾക്കിടയിലുള്ള ആ ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് അത് അത്രത്തോളം ശക്തമാണ്. അത് ആർക്കും ഇല്ലാണ്ടാക്കി കളയാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു റീയൂണിയൻ കൂടിയേ തീരുള്ളൂ. കാരണം അങ്ങനെ ഒരു റീയൂണിയൻ ഉണ്ടാകണമെന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന ആൾക്കാർ, അപ്പം നിങ്ങളുടെ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടല്ല കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് എത്ര പേർക്ക്, നിങ്ങൾ കാണുന്ന എത്ര പേർക്ക് ഇത് റെസണേറ്റ് ആകുമെന്ന് അറിയില്ല. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിട്ടുള്ളതാണ് എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ഒരു സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിലയിരുത്തുമ്പോൾ അറിയാമല്ലോ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് ഏതൊരു സാഹചര്യത്തിലാണ് അകന്നു പോയിട്ടുള്ളത്. അപ്പം അങ്ങനെ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി നിങ്ങൾ ഇത്തരം റീഡിങ്ങുകൾ കണ്ട് അവരെ വീണ്ടും മനസ്സിൽ സൂക്ഷിക്കരുത്. ഈ ഒരു ബന്ധം എന്ന് പറയുന്ന അത്രത്തോളം എന്താ പറയാ, ഒരു ബോണ്ടിങ് ഉള്ള ഒരു ബന്ധമാണ്. അത്രത്തോളം ഡീപ്പർ ലെവലിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചിട്ടുള്ള, ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടായിട്ടുള്ള ഒരു ബന്ധമാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും ഇപ്പോഴും നിങ്ങൾക്കറിയാം, ആ ഒരു വ്യക്തിയുടെ ആ ഒരു എനർജി വൈസ് നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ആ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാവാം. നിങ്ങളുടെ ഒരു സിറ്റുവേഷനുമായിട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടേതാണെങ്കിൽ എടുക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ വിട്ടുകളയുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യരുത്. നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടൊന്നും ഇത്തരം റീഡിങ്സ് നിങ്ങൾ കാണരുത് കേട്ടോ. എല്ലാ ആൾക്കാരും ഒരുപോലെ അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഇന്നത്തെ വന്നിരിക്കുന്ന നമ്മുടെ സ്പ്രെഡ് ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ പറഞ്ഞത്. അപ്പം ഇതിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അവരവരുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാം. നല്ല കാര്യങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കട്ടെ. നിങ്ങളുടെ ബന്ധങ്ങളൊക്കെ ഏറ്റവും മനോഹരമായിട്ടും ഏറ്റവും നല്ല രീതിയിലും പോകട്ടെ. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നത്തെ റീഡിങ് കിട്ടിയത്. നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ.